വെള്ളരിക്കയും ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും ചേർത്ത് നാടൻ രീതിയിലൊരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വെള്ളരിക്കയും ചക്കക്കുരുവും കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങയിലേക്ക് ജീരകവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളരിക്കയും ചക്കക്കുരുവും ഒക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലെ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ചെമ്മീൻ ഞാനിവിടെ അതിൻ്റെ തലയും വാലും കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുന്ന സമയം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.